ഉച്ചയ്ക്ക് ഊണിന് ചുണ്ടയ്ക്ക കൊണ്ടൊരു കൂട്ടാനുണ്ടാക്കിയാലോ? ഞങ്ങളിവിടെയൊക്കെ ഇതിനെ ചുണ്ടയ്ക്ക എന്നാണ് ഏട്ടാ പറയണത്. മറ്റുള്ള സ്ഥലത്ത് എന്താണ് പറയണതെന്ന് അറിഞ്ഞൂടാ. ചുണ്ടയ്ക്ക ഇതുപോലെ ഞെട്ടിർത്തെടുക്കണം. മുഴുവൻ ചുണ്ടയ്ക്കയും ഇതുപോലെ ഞെട്ടിർത്തെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ചക്കക്കുരുവാണ്. ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇറുത്തെടുത്ത ചുണ്ടയ്ക്ക ഒന്ന് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ചതച്ചെടുക്കണം. എനിക്ക് അമ്മിക്കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിലിട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ച് ഇതുപോലെ അമർത്തി കൊടുക്കണേ. അപ്പോൾ അതൊന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അതിൻ്റെ അകത്തുള്ള കുരു മൊത്തം പോയാലേ കയ്പ്പ് മാറുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് പിളർന്ന് കിട്ടണം, ഒന്ന് ചതഞ്ഞ് കിട്ടണം. ഗ്ലാസ് വെച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഇതിൽ കായികാധ്വാനം കൂടുവന്നേ ഉള്ളൂ. അമ്മിക്കല്ലില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ചോദിക്കും ഇടികല്ലില്ലേ? ഇടികല്ലും ഇല്ല, അതാണ് പ്രശ്നം. ഇടികല്ലുണ്ടെങ്കിൽ അത് വെച്ചും ചതച്ചെടുക്കാം കേട്ടോ. ഈ ചുണ്ടയ്ക്ക് ഇങ്ങനെ ചതച്ചെടുക്കണത് അതിനകത്തുള്ള കുരു പോകാനും പെട്ടെന്ന് വേകാനും വേണ്ടിയിട്ടാണ്. ഈ കുരു അകത്തിരുന്ന കയ്ക്കും. അതുകൊണ്ടാണ് നമ്മളിത് ചതച്ച് നേരെ വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ വച്ചിരുന്നാൽ ഇത് കറുത്തു പോകും. അതുകൊണ്ട് ചതച്ചെടുത്ത ഉടനെ വെള്ളത്തിൽ തന്നെ ഇടണം കേട്ടോ. ചുണ്ടയ്ക്ക ഇപ്പോൾ ഒരിടത്തും കിട്ടാനില്ല. കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലും പറമ്പുകളിലൊക്കെ തന്നെത്താനെ പൊടിച്ച് കയറുന്ന ഒരു ചെടിയാണ് ഏട്ടാ. ഇപ്പോൾ അപൂർവമായിട്ടാണ് ഇത് കാണാറുള്ളത്. കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ് ഏട്ടാ. ഇതിൻ്റെ തോരനൊക്കെ തീയിൽ വയ്ക്കും, അതും സൂപ്പറാണ്. ഇതാ കണ്ട ചുണ്ടയ്ക്കകത്തുള്ള കുരുക്കളൊക്കെ പുറത്ത് പോയിരിക്കണ കണ്ട. ഈ കുരുക്കളിരുന്നാൽ കയ്ക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തല്ലി കുരുക്കളൊക്കെ കളയണത്. തല്ലി വെള്ളത്തിലാണ് ഇടേണ്ടത്. എന്നിട്ട് ഒരു 5-6 പ്രാവശ്യം ആ വെള്ളം മാറ്റി 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 കഴുകി കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു 7-8 പ്രാവശ്യം കഴുകി കേട്ടോ. അങ്ങനെ കഴുകിയാൽ മാത്രമേ ഈ കുരുക്കളൊക്കെ പോകുള്ളൂ. ഇത് അവസാനത്തെ വെള്ളമാണ് കേട്ടോ. അതിൽ നിന്ന് നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ഇരിക്കാതെ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. എങ്കിലേ തോരൻ വയ്ക്കുമ്പോൾ കയ്പില്ലാതിരിക്കുകയുള്ളൂ. ഇത് കുരുക്കൾ മൊത്തം പോയിട്ടുണ്ട്. ഇനി അകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ അത് പോവാനാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. മൊത്തം ചുണ്ടയ്ക്കയും ഇതേപോലെ പിഴിഞ്ഞെടുക്കാം. ഇതാ മൊത്തം ചുണ്ടയ്ക്കയും പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവില്ലേ, അതിനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഒരു ഏകദേശം വേവാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചുണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ചക്കക്കുരു ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകരുത്. ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്കയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ചുണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഈ വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. ചുണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, നമ്മൾ ചക്കക്കുരു വേവിക്കാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. ഇതൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതാ അരപ്പിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ 2-3 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് ജീരകം കൂടെയാണ്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയെടുക്കാമേ. അമ്മിക്കല്ലുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് തല്ലി എടുക്കണേണ് കേട്ടോ ടേസ്റ്റ്. മിക്സിയിൽ അരച്ചെടുക്കണേനെക്കാട്ടി നല്ലത് ഇതുപോലെ കൈകൊണ്ട് ഞെരടി എടുക്കണതാണ്. ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചക്കക്കുരും ചുണ്ടയ്ക്കയില്ലേ, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ ചക്കക്കുരും ചുണ്ടയ്ക്കയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നടുക്കായിട്ട് അരപ്പ് വെച്ച് കൊടുക്കാം. ഇതാ അരപ്പും കൂടി വെച്ച് കൊടുക്കാമേ. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കാമേ. ഇതിൽ വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചാലും ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൽ വെള്ളമൊക്കെ വറ്റിയൊന്ന്, കാരണം കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ്.
ചുണ്ടക്കയിൽ വെള്ളമൊക്കെ വറ്റി നല്ല തുറന്ന് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു ചുണ്ടയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലേക്ക് കടുകും കൂടെ വറുത്തൊഴിക്കണം. പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു തോരൻ തന്നെയാണ് കേട്ടോ ഇത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഗ്രീൻ പീസ് ആണെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഗ്രീൻ പീസിൻ്റെ ചെടിയാണ്, ഗ്രീൻ പീസിൻ്റെ കായാണെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായി അതല്ലെന്ന്. ഒന്നും അറിഞ്ഞൂടാത്ത കാലത്തുള്ള ഓരോരോ വിചാരങ്ങൾ അല്ലേ. ഇനി കടുക് വറുത്തൊഴിക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് കടുക് വറുത്ത് നമ്മുടെ തോരത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തോരത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. രുചികരമായ ചുണ്ടയ്ക്കയും ചക്കക്കുരുവും കൂടെ ഇട്ട തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.